എന്തിനാണൊരു സന്യാസിയുടെ പശുവിനു വേണ്ടി ഇത്രയും വലിയ വാശി പിടിച്ചത്? അതൊരു വലിയ അപമാനമായി രാജാവിന് തോന്നിയിട്ടുണ്ടാകും. ആ പ്രകോപനത്തിൽ വിശ്വാമിത്രൻ ബലമായി പശുവിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അവിടെയാണ് കഥയിലെ ഏറ്റവും നാടകീയമായ രംഗം നടക്കുന്നത്. എന്തുപറ്റി? അവർ തമ്മിൽ യുദ്ധം ചെയ്തോ? അതെ, ഏകനോടേകനെന്ന അന്നത്തെ യുദ്ധനിയമപ്രകാരം വസിഷ്ഠനെ വിശ്വാമിത്രൻ ഒറ്റയ്ക്ക് നേരിടുകയാണ്. നിരായുധനായ വസിഷ്ഠനോട് വേണമെങ്കിൽ തന്റെ ഭടന്മാരുടെ കയ്യിലുള്ള ഏതായുധവും എടുത്തുകൊള്ളാൻ വിശ്വാമിത്രൻ ഔദാര്യം കാണിക്കുന്നുണ്ട്. അതായത് ഒരു സൈന്യത്തിന്റെ മുഴുവൻ പിന്തുണയുള്ള രാജാവ് ഒരു സന്യാസിയെ വെല്ലുവിളിക്കുന്നു. എന്നിട്ട് വസിഷ്ഠൻ ആയുധമെടുത്തോ? ഇല്ലില്ല, വസിഷ്ഠൻ ആ ഔദാര്യം പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. ആയുധമില്ലാതെ നിന്നെ ഞാൻ നിലം പരിശാക്കും എന്നു പറഞ്ഞുകൊണ്ട് വസിഷ്ഠൻ ഭ്രാന്തമായൊരു പോരാട്ടം അഴിച്ചുവിടുന്നു. ശരിക്കും? വെറും കൈയോടെയോ? അതെ, അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നൊരു കാഴ്ചയായിരുന്നു. കാട്ടിലെ വലിയ വള്ളിപ്പടർപ്പുകൾ അടർത്തിയെടുത്തും ചെറുമരങ്ങൾ വേരോടെ പറിച്ചെടുത്തും വസിഷ്ഠൻ വിശ്വാമിത്രനെ നേരിട്ടു. രാജാവിന്റെ ആയുധങ്ങളൊന്നും അവിടെ ഫലിക്കാതെ വന്നു. മാസങ്ങൾ നീണ്ട ആ യുദ്ധത്തിൽ വാളും വില്ലുമുള്ള വില്ലാളിവീരനായ വിശ്വാമിത്രനെ വെറുമൊരു മരക്കൊമ്പും വള്ളികളുമായി വന്ന സന്യാസി തോൽപ്പിക്കുന്നു.